ഹലോ ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്തെ എ സ്ക്വയർ ബിരിയാണിയിലെ പനീർ ബിരിയാണിയാണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് 500 ഗ്രാമായിട്ടാണ് വരുന്നത്. 270 രൂപയാണ് അര കിലോയുടെ പ്രൈസ്. അരോമാറ്റിക് ബസ്മതി റൈസ് ലെയർഡ് വിത്ത് സക്കുലൻറ്റ് പീസസ് ഓഫ് മാരിനേറ്റഡ് പനീർ ഇൻഫ്യൂസ്ഡ് വിത്ത് എ ബ്ലെൻഡ് ഓഫ് അരോമാറ്റിക് സ്പൈസസ്. എ വെജിറ്റേറിയൻ ഡിലൈറ്റ് പെർഫെക്റ്റ് ഫോർ ദോസ് ഹു സീക്കിംഗ് എ ഫ്ലേവർഫുൾ ആൻഡ് സാറ്റിസ്ഫൈയിങ് മീൽ. ഇതാണ് സൊമാറ്റോ ഡെഫിനിഷൻ. സോ ഞാൻ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കുത്തിയിരിക്കാൻ തുടങ്ങി. കറക്റ്റ് സമയത്ത് തന്നെ സാധനം എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ്. ഒരു ഷിമ്മി കവർ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ഒരു പ്ലാസ്റ്റിക് കവർ, ബയോഡിഗ്രേഡബിൾ ആണ്. 3 കണ്ടെയ്നർ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ പനീർ ബിരിയാണിയുടെ കണ്ടെയ്നർ, ഒന്ന് ഒരു ഉള്ളിച്ചമ്മന്തി പോലത്തെ ഒരു സാധനം, എനിക്ക് അതിൻ്റെ യഥാർത്ഥ പേരറിയത്തില്ല, പിന്നെ നമ്മുടെ തൈര് സാലഡ്. ആദ്യം നമുക്ക് ഈ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വലിയ കണ്ടെയ്നറിലാണ് വരുന്നത്. 1/2 കിലോ ആണ്, 500 ഗ്രാംസ് ആണുള്ളത്. നല്ല യെല്ലോ നിറത്തിലായിരുന്നു കേട്ടോ ബിരിയാണി കാണാനായിട്ട്. ഇങ്ങനെ ഭയങ്കര കളർ ചേർത്ത യെല്ലോ അങ്ങനെയല്ല, എന്നാലും ബിരിയാണിക്ക് യോജിക്കുന്ന ആ ഒരു മഞ്ഞ നിറത്തിലായിരുന്നു. പനീറിൻ്റെ പീസസൊക്കെ നന്നായിട്ട് അതിലുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഉള്ളിച്ചമ്മന്തി. ഉള്ളിച്ചമ്മന്തി എന്ന് ഞാൻ പറയുന്നതാണ്, അതിൻ്റെ യഥാർത്ഥ പേരെനിക്ക് ശരിക്കും അറിയത്തില്ല. ശരിക്കും നമ്മുടെ ഉള്ളിക്കറിയില്ലേ, അത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അതിൽ കടുക് താളിച്ച ഒരു ടെക്സ്ചറായിരുന്നു. എണ്ണ മുകളിലായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ചിക്കൻ കറിയുടെയൊക്കെ ഒരു കളറായിരുന്നു കേട്ടോ, നല്ല ഉള്ളിക്കറി ചിക്കൻ കറിയുടെയൊക്കെ. പിന്നെ ഇത് നമ്മുടെ സാധാരണ തൈര്, ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടുള്ള സാലഡാണ്. തൈര്, ഉള്ളി, അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ, കുക്കുംബറിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ റൈസ് വിളമ്പി നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് വിളമ്പുമ്പോഴത്തേക്കും നല്ല, അതായത് ഒട്ടും സ്റ്റിക്കി അല്ലായിരുന്നു. അതായത് ബിരിയാണി അങ്ങനെ സ്റ്റിക്കി അല്ലാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരല്പം ഫ്ലഫി ആയിട്ട്, തീരെ ഫ്ലഫി എന്ന് പറയാനും പറ്റത്തില്ല, എന്നാൽ ആ ഒരു കറക്റ്റ് ബിരിയാണിയുടെ ആ ഒരു പരുവത്തിന് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നന്നായിട്ട് പനീറിൻ്റെ പീസസൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യത്തിന് പീസസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചമ്മന്തി പോലത്തെ ടെക്സ്ചറാണ്. അത് വിളമ്പി. പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ തൈരും ഉള്ളിയെല്ലാം കൂടെ ഇട്ട സാലഡാണ്. ഇത് നമ്മൾ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ ജസ്റ്റ് സ്പൂണൊന്നും എടുക്കാതെ ഒന്ന് തട്ടുവാണ് ചെയ്തത്. ചോറിൽ ടൊമാറ്റോയുടെ കഷ്ണവും ക്യാരറ്റിൻ്റെ കഷ്ണവും ജാതിപത്രി, അതുപോലെ തന്നെ തക്കോലം എന്ന് നമ്മുടെ നാട്ടിൽ പറയും, സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ളത്, ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ കറുവാപ്പട്ടയും തക്കോലും ഒക്കെ കുറച്ച് ഹാർഡ് പീസസ് ആയിട്ടായിരുന്നു കിടന്നത്. ഞാൻ ആദ്യം ഈ സാലഡ് കൂട്ടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ബെഹ്റൂസ് ബിരിയാണി, അതുപോലെ തന്നെ ബിരിയാണി ലൈഫിലേക്ക് ബിരിയാണി ഇഷ്ടമാണ്. അത് വേറൊരു ഫ്ലേവറാണ്, അത് ഞാൻ വീഡിയോ ചെയ്യും. പക്ഷേ ഇത് വേറെ ഒരു ടേസ്റ്റാണ്. അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട ഒരു പ്രത്യേക തരം മസാലയുടെയൊക്കെ ടേസ്റ്റാണ്. സാലഡ് കൂടി കഴിച്ചപ്പോഴും ആ ഉള്ളിക്കറി കൂട്ടി കഴിച്ചപ്പോഴും രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോഴും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് സാലഡ് മാത്രം വെച്ച് കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പനീറിൻ്റെ പീസസ് അത്യാവശ്യം നല്ല ക്യൂബ്സാണ്. ഇപ്പം നമുക്ക് പനീറിൻ്റെ ക്യൂബ് കിട്ടുമല്ലോ, മലായി പനീറിൻ്റെ ക്യൂബ്സ്, അത് വാങ്ങി ചെയ്തതാണോ എന്നും അറിയത്തില്ല, അതോ സാധാ പനീർ കട്ട് ചെയ്തിട്ടതാണോ, എന്തായാലും എല്ലാം ഏകദേശം ഈക്വൽ പീസസ്സാണ്. മലായി പനീറിൻ്റെ ക്യൂബ്സ് ആവാനാണ് സാധ്യത, അതാണ് ടേസ്റ്റും കൂടുതൽ. പിന്നെ കണ്ടോ, ക്യാരറ്റിൻ്റെയും തക്കോലത്തിൻ്റെയും കറുവാപ്പട്ടയുടെ എല്ലാം ഉണ്ട്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഈ തക്കോലം കറുവാപ്പട്ടയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തിക്കായിട്ട് ഇട്ടയ്ക്കുന്നുണ്ട്, നമ്മൾ കഴിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കയറി കടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ബിരിയാണി, നല്ല ബിരിയാണിയാണ് കേട്ടോ. ബെഹ്റൂസും ബിരിയാണി ലൈഫുമാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ് ബിരിയാണിക്ക്. ഇതും നന്നായിട്ടുണ്ട്. സോ ട്രൈ ചെയ്യുക. ബൈ ബൈ.